കാലങ്ങളായിട്ട് നെഞ്ചരിച്ചിൽ അനുഭവിക്കുന്നവരിൽ അവരുടെ നെഞ്ചരിച്ചിൽ വിട്ടുമാറാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ അത് വരാനായിട്ടുള്ള കാരണം എന്ന് പറയുന്ന ഒരു രോഗമാണ് ഹയാറ്റസ് ഹെർണിയ. ഹയാറ്റസ് ഹെർണിയ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചെസ്റ്റ് റീജിയൻ, അപ്പർ ചെസ്റ്റും പിന്നെ ലോവർ അബ്ഡമനും കൂടി നോക്കുകയാണെങ്കിൽ അതിനെ തമ്മിൽ വേർതിരിക്കുന്ന ഒരു കൊട പോലെയുള്ള ഒരു കവറിംഗ് ഉണ്ട്. അതിന്റെ പേരാണ് ഡയഫ്രം. ഈ ഡയഫ്രത്തിൽ ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്. അതിലൂടെയൊക്കെയാണ് അന്നനാളമൊക്കെ പാസ് ചെയ്യുന്നത്. അപ്പം ഈ ഡയഫ്രത്തിന്റെ സുഷിരത്തിലൂടെ നമ്മുടെ വയറ് അഥവാ സ്റ്റൊമക്കിലുള്ള ചില കണ്ടന്റ് അല്ലെങ്കിൽ സ്റ്റൊമക്കിന്റെ ചില പാർട്ടുകൾ ഹെർണിയേറ്റ് ചെയ്ത് മേളിലോട്ട് വന്ന് അത് ഇതുപോലെ തന്നെ ഇവിടെ ഒരു വാൽവ് ഉണ്ട്. നമ്മുടെ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് വയറിലേക്ക് പോകുന്ന തിരിച്ചു വരാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ലോവർ ഈസോഫേജിയൽ സ്പിഞ്ചർ എന്ന് പറയുന്ന ഒരു വാൽവ് ഉണ്ട്. ആ വാൽവിന്റെ പ്രവർത്തനത്തെ ഇങ്ങനെ ഉണ്ടാവുന്ന ഹെർണിയകൾ ബാധിക്കുകയും അതുകൊണ്ട് തന്നെ വിട്ടുമാറാത്ത നെഞ്ചരിച്ചിലും GRD പോലുള്ള രോഗങ്ങളും ഉണ്ടാവാം. ഇത് പൊതുവെ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് കണ്ടുവരുന്നത്. പുരുഷന്മാർക്ക് ഇത് ഉണ്ടാവില്ലെന്നല്ല, സ്ത്രീകളിലാണ് കണ്ടുവരുന്നത്. ഒരുപക്ഷെ പ്രഗ്നൻസിയുടെ സമയത്തൊക്കെ സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും ഒരുപക്ഷെ ഇത് ആൾക്കാർ അറിയുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ വിട്ടുമാറാത്ത നെഞ്ചരിച്ചിൽ ഉണ്ടാകുമ്പോൾ പോയി സ്കാൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എൻഡോസ്കോപ്പി ചെയ്യുമ്പോഴായിരിക്കും ഒരുപക്ഷെ ഇത് തിരിച്ചറിയുന്നത്. കൂടാതെ അമിതവണ്ണം ഉള്ളവരിലും ഇതുപോലെ ഹയാറ്റസ് ഹെർണിയ കണ്ടുവരാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിലും അല്ലെങ്കിൽ സ്ത്രീകളിലൊക്കെ ഇത് പൊതുവായിട്ട് കാണുമ്പോൾ, പ്രത്യേകിച്ച് അവർ ഗർഭകാലഘട്ടത്തിൽ ഇതുപോലെ വരുമ്പോൾ അവർക്ക് പല ആശങ്കകളായിട്ട് ഇത് പ്രഗ്നൻസി തുടരുന്നതിന് തടസ്സമാകുമോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ ക്ലിനിക്കിൽ ധാരാളം പേര് ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് വരാറുണ്ട്. ഇങ്ങനെയുള്ളവർ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളുടെ പ്രഗ്നൻസിക്കൊന്നും അതൊരു തടസ്സമാകുകയില്ല. പക്ഷേ ഇതിന്റെ രോഗലക്ഷണങ്ങൾ, ആ സമയത്ത് ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സേഫ് ആയിട്ട് ആ സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നുകൾ കൊണ്ട് തന്നെ നല്ല രീതിയിൽ അത് കൺട്രോൾ ചെയ്ത് നിർത്താനും നമുക്ക് സാധിക്കും.